ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആദ്യ ചന്ദ്രഗ്രഹണത്തിന് പിന്നാലെ ആദ്യ സൂര്യഗ്രഹണവും വരാനിരിക്കുകയാണ്. 2025 മാർച്ച് 29 ശനിയാഴ്ചയാണ് ഈ സൂര്യഗ്രഹണം നടക്കാനിരിക്കുന്നത്. ഈ സൂര്യഗ്രഹണം ഭാഗികമായിരിക്കും എന്നുള്ളത് കൂടെ എല്ലാവരും മനസ്സിലാക്കണം. സമയം വരുന്നത് ഉച്ചയ്ക്ക് 2:20 മുതൽ 4:17 വരെ, വൈകുന്നേരം 4:17 വരെയാണ് ഗ്രഹണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത്. ഏതാണ്ട് വൈകുന്നേരം 6:13 വരെ ഗ്രഹണത്തിൻ്റെ പരിസ്ഫുരണങ്ങൾ ഭൂമിയിൽ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗ്രഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഗ്രഹണ സമയത്ത് ഒരു കാരണവശാലും നമ്മളെ വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ കുറച്ച് പഴയ ആൾക്കാർ, അതായത് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും അറിയാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഗ്രഹണ സമയത്ത് നിങ്ങളുടെ വീടുകളിൽ ചെയ്യാതിരിക്കുക. സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ വിനയായിട്ട് നമുക്ക് തന്നെ വളരെയധികം ദോഷങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ സൂര്യഗ്രഹണം എന്താണ് എന്നതൊന്ന് മനസ്സിലാക്കാം. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണ്ണമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന കറുത്തവാവ് ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുക. അതുപോലെ തന്നെ മാർച്ച് 29 ശനിയാഴ്ച സംഭവിക്കുന്ന സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു ഗ്രഹണം നമുക്ക് ഇന്ത്യയിലില്ല, അതുകൊണ്ട് ഇന്ത്യയിലുള്ളവർ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ കാരണം ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇന്ത്യയിൽ ഈ ഗ്രഹണമില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നത്. അപ്പോൾ ഇനി നമുക്ക് സൂര്യഗ്രഹണ ദിനത്തിൽ ശനിയാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വീട്ടിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ആദ്യം തന്നെ പറയേണ്ടത്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സന്ധ്യാസമയം 6:13 വരെ ഈ ഒരു ഗ്രഹണത്തിൻ്റെ പരിസ്ഫുരണങ്ങൾ ഭൂമിയിൽ ഉണ്ടാവും. സന്ധ്യാസമയങ്ങളിൽ എല്ലാ വീടുകളിലും നിലവിളക്ക് തെളിയിക്കുന്ന സമ്പ്രദായമുണ്ട്. പലരും പല സമയങ്ങളിലായിരിക്കും തെളിയിക്കുന്നത്. ചിലർ 6 മണിക്ക് തെളിയിക്കും, ചിലർ 6:10 തെളിയിക്കുന്നവരുണ്ടാവും, 6:15 തെളിയിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന ആളായാലും ശനിയാഴ്ച ദിവസം 6:13 വരെ ഒരു കാരണവശാലും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഈ സൂര്യഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങൾ പോലും അടച്ചിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കാരണവശാലും ആരും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാതിരിക്കുക. 6:13 ശേഷം കഴുകി വൃത്തിയാക്കി പൂജാമുറിയൊക്കെ തുടച്ചതിന് ശേഷം മാത്രമേ നിലവിളക്ക് തെളിയിക്കാൻ പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും അറിയാം സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ പാചകം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നിരുന്നാലും ചില ആൾക്കാർ ഈ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ ആ ഒരു സമയത്ത് ആഹാരം പാചകം ചെയ്യാറുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഗ്രഹണ സമയത്ത് ഉച്ചയ്ക്ക് 2:20 മുതൽ 4:17 വരെയാണ് ഗ്രഹണം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നത്. ആ സമയം വരെ ഒരു കാരണവശാലും നിങ്ങൾ പാചകം ചെയ്യാൻ പാടില്ല. ഈ ഒരു സമയത്ത് ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞാൽ അത് വിഷത്തിന് സമമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ആഹാരം പാചകം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരിലും ഇത് ഷെയർ ചെയ്യുക. അറിയാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് ആഹാരം പാചകം ചെയ്യാൻ പാടില്ല എന്നത്. അതുപോലെ തന്നെ പാചകം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ ഒരു സമയത്തിനിടയിൽ ഭക്ഷണം കഴിക്കാനും പാടില്ല. പലരും പല സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. ചില ആൾക്കാർ എപ്പോഴും 2 മണിക്ക് ശേഷം 2:30 ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഈ ഒരു ശനിയാഴ്ച ദിവസം ഗ്രഹണം നടക്കുന്ന ദിവസം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ തരത്തിലുള്ള സമയങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. 2:20 മുന്നേ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഭക്ഷണം കഴിക്കുക.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറിയ കുട്ടികളൊക്കെയുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു സമയത്ത് കുട്ടികൾ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ അതിന് ആ ഒരു സമയത്ത് ഭക്ഷണം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഈ ഒരു സൂര്യഗ്രഹണ സമയത്താണ് പ്ലാൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നിർബന്ധമായിട്ടും മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലർക്കും സംശയം ഉണ്ടാവും, ട്രെയിനിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണ് പോകുന്നത്, ഗ്രഹണമാണെന്ന് കരുതി അവയിലൊന്നും മാറ്റം ഉണ്ടാവില്ല, അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ച സമയം ഉണ്ടാവുമല്ലോ, അത് ഈ 2:20 ശേഷമാണ് എന്നുണ്ടെങ്കിൽ അത് ഈ 2:20 മുന്നേ അങ്ങ് ഇറങ്ങുക. ഒരല്പസമയം കൂടുതൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലായാലും അല്ലെങ്കിൽ എയർപോർട്ടിലായാലും വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിച്ചാലും ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത്, ഈ ഒരു ഗ്രഹണ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒട്ടും തന്നെ ശുഭകരമായിട്ടുള്ള കാര്യമല്ല. ആ ഒരു കാര്യമൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുന്നത്, അതൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്ന സമയമല്ല ഈ ഒരു ഗ്രഹണ സമയം എന്നുള്ളത് നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. വളരെ കുറച്ച് സമയം മാത്രം, 2-2.5 മണിക്കൂറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തെ നിങ്ങൾ ആ ഒരു വിലപ്പെട്ട സമയമായിട്ട് കാണുക. ആ ഒരു സമയത്ത് നിങ്ങൾ കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എന്ന് കരുതി ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നല്ല യാത്രകൾക്ക് പുറപ്പെടുന്ന സമയത്ത് നല്ലതായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സമയമല്ല ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഈ ഒരു ഗ്രഹണ സമയത്ത് നിങ്ങൾ ധന ഇടപാടുകൾ നടത്താൻ പാടില്ല. എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, ഈ ഒരു ഗ്രഹണ സമയത്ത് കഴിവതും ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പണ്ട് കാലം പോലെയല്ല, ഇന്ന് നമ്മുടെ കയ്യിൽ ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുന്നത്, ചില സമയത്ത് ആ ഒരു ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓർമ്മ വരുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ധന ഇടപാടുകൾ നടത്താതിരിക്കുക. ഈ ഒരു ഗ്രഹണ സമയത്ത് നിങ്ങൾ ധന ഇടപാടുകൾ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പൂജാമുറിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയുണ്ട്, അതിന് വാതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഗ്രഹണത്തിന് മുന്നേ തന്നെ ആ വാതിൽ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കണം. ഇനി നിങ്ങളുടെ പൂജാമുറിക്ക് വാതിലില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല കർട്ടൻ ഉപയോഗിച്ചത് മറക്കാം. അതിനും സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഫോട്ടോകൾ ഉണ്ടെങ്കിൽ, വിളക്ക് വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലായിട്ട് നല്ല ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനി ആ ഒരു സമയത്തെ തിരക്കിനിടയിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളവർ രാവിലെ വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം പൂജാമുറി അപ്പം തന്നെ അടച്ചു കളയുക. ഇനി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഡോറില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫോട്ടോസിൻ്റെയൊക്കെ മുകളിലായിട്ട് നല്ല ഒരു തുണി വെച്ച് അങ്ങ് കവർ ചെയ്യാം. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ആരും തന്നെ മറന്നു പോകാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ ചെടികളുണ്ടെങ്കിൽ ചെടികളിൽ നിന്ന് പൂക്കൾ പറിക്കുക, അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കുക. പ്രത്യേകിച്ച് തുളസിയൊക്കെ ഉണ്ടെങ്കിൽ തുളസി ഇറുക്കാനോ അല്ലെങ്കിൽ തുളസിക്ക് ജലം അർപ്പിക്കാനോ ഒന്നും തന്നെ ഈ ഒരു ഗ്രഹണ സമയത്ത് പാടില്ല. ഗ്രഹണ സമയത്ത് തുളസിയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൽ പരം ഒരു ദോഷം വരാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രഹണ സമയത്ത് കുളിക്കുക, തുണി അലക്കുക, വീട് വൃത്തിയാക്കുക, നിലം തുടയ്ക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല. ഇതൊക്കെയും തന്നെ നിങ്ങൾക്ക് ഗ്രഹണത്തിന് മുന്നെയോ ഗ്രഹണത്തിന് ശേഷമോ ചെയ്യാവുന്നതാണ്. എന്ത് തന്നെ ആയാലും ആ ഒരു ഗ്രഹണ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. ഗ്രഹണ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിൽ ലക്ഷ്മി ദേവി പടിയിറങ്ങാനും വീട്ടിൽ പല അനർത്ഥങ്ങളും സംഭവിക്കാനും കാരണമാകും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രഹണ സമയത്ത് ഒരു കാരണവശാലും ഇരുമ്പ് വസ്തുക്കൾ കൊടുക്കാനോ വാങ്ങാനോ പാടുള്ളതല്ല.
നമ്മളിപ്പോൾ നിത്യേന ഉപയോഗിക്കുന്ന കൊടുവാള്, അരിവാള് പോലുള്ള സംഭവങ്ങളായാലും അയൽ വീട്ടുകാർ വന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ദിവസം, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനോ പാടുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഗ്രഹണ സമയത്ത് ആഹാരം പാകം ചെയ്യാൻ പാടില്ല എന്നത്. അതുപോലെ തന്നെ ഗ്രഹണത്തിന് മുന്നേ പാകം ചെയ്തിരിക്കുന്ന ആഹാരങ്ങൾ അതിന് മുന്നേ തന്നെ ഉച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ പാകം ചെയ്യുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. തിരിച്ച് നിങ്ങൾ രാത്രിയേക്ക് വേണ്ട ആഹാരം ഗ്രഹണത്തിന് ശേഷം തയ്യാറാക്കുക. അതായത് ഗ്രഹണ സമയത്തിന് മുന്നേ പാചകം ചെയ്തതായാലും ആ ഭക്ഷണങ്ങൾ ഗ്രഹണ സമയത്തിന് ശേഷം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ്. വീട്ടിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രഹണ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിനുള്ളിൽ തന്നെ ഈ ഗ്രഹണ സമയം കഴിയുന്നത് വരെ ഉള്ളിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സൂര്യൻ്റെ പ്രകാശം നേരിട്ട് ഗർഭിണികളുടെ മേലേക്ക് വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ലാഘവത്തോടെ ആയിരിക്കും കാണുന്നത്. അത്ര കണ്ടങ്ങ് കെയർ ചെയ്യില്ല, അല്ലെങ്കിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ, ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.